സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ വരെ പറഞ്ഞ് അവസാനിപ്പിച്ചു. കാർട്ടിലേജ് ആൻഡ് ബോൺസ് എന്ന് പറഞ്ഞിട്ട് ഇനി ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ, അതുപോലെ കാർട്ടിലേജ്, ബോൺസ്, അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ബോൺസിൻ്റെ ഫങ്ഷനൊക്കെ വെച്ച്. ഇനി അടുത്ത് വരാനുള്ളതാണ് മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ മീൻസ് മസിൽ പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ഓൾ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ മൂവ്മെൻറ്റ്സിനെയും സഹായിക്കുന്നത് മസിൽസാണ്. ഈ മസിൽസ് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്: സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. Skeletal muscle means the tissue is closely attached to the skeletal bones. അതായത് നമ്മുടെ സ്കെലിറ്റൽ ബോൺസ്, എല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിന് പറയുന്ന പേരാണ് സ്കെലിറ്റൽ മസിൽ. അപ്പോൾ അത് മൂവ്മെൻറ്റ്, നമ്മുടെ ആ എല്ലുകളുടെയൊക്കെ മൂവ്മെൻറ്റിന്, ജോയിൻറ്റ്സ്, അതിനൊക്കെയാണ് സഹായിക്കുന്നത്. അതിനെ വേറെയും പേര് വിളിക്കും സ്ട്രയേറ്റഡ് മസിൽസ് ഓർ സ്ട്രൈപ്ഡ് മസിൽസ് എന്ന്. നോക്കിയേ, ഇതാണ് സ്കെലിറ്റൽ മസിൽ. ഇതിൽ ധാരാളം സ്ട്രയേഷൻ അല്ലെങ്കിൽ സ്ട്രൈപ്സ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണ് അതിനെ സ്ട്രയേറ്റഡ് മസിൽ അല്ലെങ്കിൽ സ്ട്രൈപ്ഡ് മസിൽ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ബൈസെപ്സ്, ട്രൈസെപ്സ് മസിൽസൊക്കെ സ്ട്രയേറ്റഡ് മസിൽസാണ്. അതായത് നമ്മുടെ ബോണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന, ബോണുമായിട്ട് അസോസിയേറ്റുള്ള എല്ലാ മസിൽസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെലിറ്റൽ മസിൽ. അപ്പോൾ അതിലാണ് സ്ട്രയേറ്റഡ് മസിൽ ഓർ സ്ട്രൈപ്ഡ് മസിൽസ് എന്നും പറയും. അടുത്തതാണ് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ മറ്റേതാണെങ്കിൽ കുറേ സ്ട്രയേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ന്യൂക്ലിയസ് ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നു, സ്ട്രയേഷൻസ് കാണുന്നു. അതെന്താണ് ആ സ്ട്രയേഷൻ എന്നൊക്കെ നമ്മൾ ഇനി മസിൽ ഫിസിയോളജി പഠിക്കും. ഇനി സ്മൂത്ത് മസിൽസ് നോക്കിയാൽ അതിൻ്റെ സ്ട്രക്ചർ സ്ട്രയേറ്റഡ് പോലെയല്ലോ, അതിങ്ങനെ സ്പിൻഡിൽ ഷേപ്ഡ് അല്ലേ. സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും കൂർത്തത്, അറ്റം കൂർത്തത്, ടേപ്പറിങ് എൻഡ്സ് എന്ന് പറയും. ബോത്ത് എൻഡ്സ് ആർ ടേപ്പറിങ് ഓർ ഫ്യൂസിഫോം എന്നും പറയും. അവർക്ക് സ്ട്രയേഷൻ ഇല്ല. നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള സ്ട്രയേഷൻസ് ഇവിടെ ഇല്ല. സെൽ ജംഗ്ഷൻസ്, എന്താണ് സെൽ ജംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്ന സ്ട്രക്ചേഴ്സ്. സെൽ ജംഗ്ഷൻസ് ഹോൾഡ് ദം ടുഗെദർ ആൻഡ് ദേ ആർ ബണ്ടിൽഡ് ടുഗെദർ ഇൻ എ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്. അപ്പോൾ ഈ സെൽസ് എല്ലാം കൂടി, ഈ സെൽ ജംഗ്ഷൻസ് അവരെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൂടാണ്ട് അവരെല്ലാം കൂടി ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്, ഒരു ഷീത്ത് എന്ന് പറഞ്ഞ ഒരു കവറിങ്, ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കവറിങ് വെച്ച് ഈ പറയുന്ന സ്മൂത്ത് മസിൽസിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കവറിങ് വെച്ച് അതിൻ്റെ ഉള്ളിൽ നിറച്ച് സ്മൂത്ത് മസിൽസ്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് മസിൽ ഇസ് പ്രസൻറ്റ് ഇൻ ദ വാൾസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഇത് സാധാരണ കാണുന്നത് ഇൻറ്റേർണൽ ഓർഗൻസിനാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക്, ഈസോഫാഗസ്, അതൊക്കെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കാണിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ ഓർഗൻസും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന മസിൽ ടിഷ്യൂവിന് പറയുന്ന പേരാണ് സ്മൂത്ത് മസിൽസ്. അതുപോലെ ബ്ലഡ് വെസൽസിൽ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉണ്ട്. സ്മൂത്ത് മസിൽസ് ആർ ഇൻവോളണ്ടറി ഇൻ ഫങ്ഷൻ. അതേസമയം സ്കെലിറ്റൽ മസിൽ വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല. നമ്മൾ കൈയും കാലും പൊക്കുക, അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, നമ്മുടെ എന്താ പറയുക, നട്ടല് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ കൈയും കാലും അങ്ങനത്തെ വിരലുകൾ, അതൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കുറച്ചൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മൂവ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വോളണ്ടറി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വോളണ്ടറി മസിൽ എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ സ്റ്റൊമക്കിൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊന്നും നമ്മളായിട്ട് നിശ്ചയിക്കുന്നതല്ല. അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഫങ്ഷൻസ്, അനൈച്ഛികമായിട്ട് നടക്കുന്നത്, അതാണ് ഇൻവോളണ്ടറി. സ്മൂത്ത് മസിൽസ് ആർ ഇൻവോളണ്ടറി. അതുപോലെ ഇനി അടുത്ത ആളാണ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാർഡിയാക് മസിൽസ് ആർ സീൻ ഇൻ, എവിടെയാണ് കാർഡിയാക് മസിൽസ് കാണുന്നത്? അത് ഹാർട്ടിലാണ് ഇരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് അറ്റ് സം ഫ്യൂഷൻ പോയിൻറ്റ്സ് അലൗ ദ സെൽസ് ടു കോൺട്രാക്ട് ഇൻ എ യൂണിറ്റ്. നോക്കിയേ, ഇടയ്ക്ക് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഈ കാണുന്നതാണ് എന്ത്, നമ്മുടെ കാർഡിയാക് മസിൽ. അതിൻ്റെ ഇടയ്ക്ക് 2 കാർഡിയാക് മസിൽസിൻ്റെ ആ 2 ടിഷ്യൂസിനെ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കണ്ടോ, ഇതാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് വഴി
ഈ അഡ്ജസൻ്റ് ആയിട്ടുള്ള എന്താ പറയുക സെൽസൊക്കെ എന്താ പറയുക ഫ്യൂസ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ഒരു യൂണിറ്റായിട്ട് കോൺട്രാക്റ്റ് ചെയ്യും. വെൻ വൺ സെൽ റിസീവ്സ് എ സിഗ്നൽ ടു കോൺട്രാക്ട്, ഇറ്റ്സ് നെയ്ബേഴ്സ് ഓൾസോ ആർ സ്റ്റിമുലേറ്റഡ് ടു കോൺട്രാക്ട്. നോക്കിയേ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെല്ലിലേക്കാണ് കോൺട്രാക്റ്റിൻ്റെ സിഗ്നൽ വരുന്നതെങ്കിൽ അതിൻ്റെ നെയ്ബറിങ് സെൽസ് എല്ലാം കോൺട്രാക്റ്റ് ചെയ്യും. അവർ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അർത്ഥം. അതാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ന്യൂറൽ ടിഷ്യൂ. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എവിടെയുള്ളതാണ്? നെർവസ് സിസ്റ്റത്തിൻ്റെ സെൽസ്. അത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ഇറ്റ്സ് നോൺ ആസ് ന്യൂറോൺസ്. അപ്പോൾ ആ ന്യൂറോൺസിൻ്റെ അഗ്രിഗേഷനാണ് ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ന്യൂറൽ ടിഷ്യൂ, ന്യൂറോൺസ് ഇസ് ദ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം ആർ എക്സൈറ്റബിൾ സെൽസ്. എക്സൈറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എക്സൈറ്റബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്യും. സിഗ്നൽ ട്രാൻസ്മിഷനാണ് അവരുടെ ഫങ്ഷൻ. ന്യൂറോഗ്ലിയർ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ഈ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സെൽസാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരിങ്ങനെ സെൽ ഡിവിഷൻ കണ്ടിന്യൂസ് നടത്തില്ല. അതായത് അവരുടെ ഏതെങ്കിലും സെൽസ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഡാമേജ് വിൽ ബി ഫോർ ലൈഫ് ലോങ്, ലൈഫ് ടൈം ഡാമേജ് ആണ് ന്യൂറോൺസിന് ഡാമേജ് ഉണ്ടാവുക. ന്യൂറോഗ്ലിയ മേക്ക് മോർ ദാൻ 1/2 ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ ഇൻ ദ ബോഡി. അപ്പോൾ ഈ ന്യൂറൽ ടിഷ്യൂവിലെ ഒരു 1/2 ന്യൂറോഗ്ലിയയാണ്. ന്യൂറോഗ്ലിയയുടെ ഫംഗ്ഷൻ എന്താ? ഈ ഉള്ള ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൽ തന്നെ ന്യൂറോൺസിൻ്റെ പ്രത്യേകത, ഒരു പ്രാവശ്യം ഡാമേജ് ആയിപ്പോയി, അതായത് കണ്ടിന്യൂസ് ഡിവിഷൻ നടക്കില്ല. ഒരു പ്രാവശ്യം ഡാമേജ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ശരിയായി വരികയോ അല്ലെങ്കിൽ പിന്നീട് പുതിയ സെൽസ് ഉണ്ടായി വരികയോ ചെയ്യുക. അതാണ് ന്യൂറൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ക്ലാസിഫൈ ചെയ്ത് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് തൊട്ട് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, കുറേ ടൈപ്പ് ടിഷ്യൂസ്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിലാണ് നമ്മൾ കുറേ ഡിവിഷൻ പഠിച്ചിരിക്കുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ സിമ്പിൾ എന്ന് വിളിക്കാം, കോമ്പൗണ്ട് എന്ന് വിളിക്കാം. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസേ ഉണ്ടാവുള്ളൂ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർ സെൽസ് ആയിരിക്കും. സിംഗിൾ ലെയർ ഓഫ് സെൽസ് തന്നെ പിന്നെ നമുക്ക് തിരിക്കാൻ പറ്റും സ്ക്വാമസ്, ക്യൂബോയിഡൽ, പിന്നെ കോളംനാർ. അതതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ്. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഇല്ലാത്ത സെൽസാണ് സ്ക്വാമസ് സെൽസ്. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ ക്യൂബ് പോലത്തെ സെൽസ്. കോളംനാർ എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള കോളം പോലെ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് സെൽസിനാണ് കോളംനാർ സെൽസ് എന്ന് പറയും. പിന്നെ ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്താണ്? സീലിയേറ്റഡ് എപ്പിത്തീലിയം പറഞ്ഞാൽ കോളംനാർ സെൽസിൽ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസിൽ അതിൻ്റെ ഒരു സർഫസിൽ ചെറിയ ചെറിയ സീലിയകൾ ഉണ്ടെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. അത് ഈ എന്തെങ്കിലും സാധനങ്ങളുടെ മൂവ്മെൻറ്റിനാണ് സഹായിക്കുന്നത്. മ്യൂക്കസ് അല്ലെങ്കിൽ സർട്ടൺ പാർട്ടിക്കിൾസ്, ഇപ്പോൾ നമ്മുടെ ഓവത്തിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എക്സോക്രൈൻ, എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ബ്ലഡിലേക്ക് നേരിട്ട് എന്താ പറയുക സെക്രീഷൻസിനെ റിലീസ് ചെയ്യാണ്. ഡക്റ്റ് ഇല്ല, അപ്പോൾ ബ്ലഡിലേക്ക് നേരിട്ട് റിലീസ് ചെയ്യപ്പെടാം, ഹോർമോൺസൊക്കെ പോലെ. ആ സമയം എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ സലൈവ, ഇയർ വാക്സ്, ഓയിൽ, അതിനൊക്കെ ഡക്റ്റുകളുണ്ട്, പാസേജസ് ഉണ്ട്. പിന്നെ പറഞ്ഞത് ജംഗ്ഷൻസ്, അതായത് ജംഗ്ഷൻ കോംപ്ലക്സസ് ഒക്കെയാണ് പറഞ്ഞത്. ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അടുത്തടുത്ത സെൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ കണക്റ്റീവ് ടിഷ്യൂ, അത് ഏറ്റവും വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെയാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുക. കോംപ്ലക്സ് ആനിമൽസിൻ്റെ ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പേര് പോലെ അത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുകയും കണക്ട് ചെയ്യുകയും ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസാണ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫൈബേഴ്സും സെൽസും ഒക്കെ വെറുതെ ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അതിന് എക്സാമ്പിളാണ് ഏരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് ഡെപ്പോസിഷനുള്ള അഡിപ്പോസ് ടിഷ്യൂ ഒക്കെ.
ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് തിരിക്കാം. റെഗുലർ, ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറും. ഡെൻസ് റെഗുലർ എന്ന് പറഞ്ഞാൽ ആ കൊളാജൻ ഫൈബേഴ്സൊക്കെ ഇങ്ങനെ വളരെ റെഗുലർ പാറ്റേണിൽ ഇരിക്കുന്നതിനാണ് റെഗുലർ എന്ന് പറയാം. ടെൻഡൻസ്, ലിഗമെൻറ്റ്സ് ഒക്കെ പറയാം. ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലുള്ള ടിഷ്യൂ ആണ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അത് അതിൻ്റെ ഓരോ സാധനങ്ങളുടെ ഓറിയൻറ്റേഷൻ, അതായത് അതിൻ്റെ കണക്റ്റീവ് ടിഷ്യൂ അല്ലെ ഫൈബ്രോബ്ലാസ്റ്റ് ഫൈബേഴ്സൊക്കെ പല രീതിയിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ പഠിച്ചതാണ് കാർട്ടിലേജ്, ബോൺ എന്നൊക്കെ പറയും. അതുപോലെ ബ്ലഡ്, അതും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മസ്കുലർ ടിഷ്യൂ. 3 തരത്തിലുണ്ട്: സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. പിന്നെ ന്യൂറൽ ടിഷ്യൂ, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ന്യൂറൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ്. ഈ ന്യൂറൽ ടിഷ്യൂവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ന്യൂറോഗ്ലിയൽ സെൽസ് ഉണ്ട്. ഇത്രയുമാണ് സെൽസ് ആ കണക്റ്റീവ് ടിഷ്യൂവിൽ ഉള്ളത്. അല്ല, കണക്റ്റീവ് ടിഷ്യൂ എന്നല്ല, ടിഷ്യൂസ് എന്നുള്ള പോർഷൻസിൽ ഉള്ളത്. ഓക്കെ.